കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. റാഗിങ്ങിന്റെ പേരിൽ ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച ആ നഴ്സിംഗ് കോളേജിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, അവരുടെ ന്യായീകരണങ്ങൾ നമുക്ക് കേൾക്കാം. ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ ഇവിടുത്തെ സംഭവത്തെക്കുറിച്ച് നമ്മോട് പറയും. കുറ്റവാളികളായ കുട്ടികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവമാണോ? അതെയോ? ആദ്യത്തെ സംഭവമാണ് ആണല്ലേ? ഇതിനും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ? എല്ലാവരും അല്ല പഠിക്കാന്ന് ഉദ്ദേശത്തോടെ മാത്രം വരുന്ന കുട്ടികളാണ് അല്ലേ? ഡ്രഗ്സ് അങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? അല്ലാതെയുള്ള അലമ്പ് കാണിക്കുന്നതാണ് അല്ലേ? പല സ്ഥലത്ത് നിന്ന് കുട്ടികൾ കൂടി അല്ലേ, കൂട്ടുകൂടി അല്ലേ പ്രശ്നം ഉണ്ടായതാണല്ലേ? എങ്കിലും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് വളരെ നല്ല നടപടിയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അവർ നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. നമ്മുടെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാമോ? നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ റാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പണ്ടേ മുതൽ കേട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് കുറേ ക്യാമ്പസിലൊക്കെ നമ്മളിത് കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അത് എത്രത്തോളം തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിലും പണ്ട് റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കാലം മുന്നോട്ട് വരുന്നിടത്തോളം നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കി അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഈ ടൈമിൽ തന്നെ ഇത്രത്തോളം വളരെ മോശമായ രീതിക്ക് ഞാൻ കണ്ടുവരുന്നത് നമുക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്. ഈ റാഗിങ് എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർക്കൊരു ആധിപത്യം ജൂനിയേഴ്സിനുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അത് ഭയങ്കര കാഷ്വലായിട്ട് കോമഡിക്കൊക്കെ അവർ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ അനുഭവിക്കപ്പെടുന്നവർ ആക്ച്വലി വല്ലാത്തൊരു മെൻ്റൽ ട്രോമയിലോട്ട് പോകുന്നത്. ഇത്രയും ഇതല്ലെങ്കിൽ പോലും ചെറിയ ഫോംസിൽ ചെയ്യുന്നതാണെങ്കിൽ എന്തൊരു രീതിയിൽ ചെയ്യുന്നതാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ചെയ്യുന്നവർക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. അത് അതിക്രൂരമായിട്ടാണല്ലോ അല്ലേ കുട്ടി പെരുമാറുന്നത്? അങ്ങനെ തന്നെ റാഗിങ് എത്രത്തോളം ഒരു സിസ്റ്റമിക് ഒപ്രസീവായിട്ടുള്ള സ്റ്റേറ്റിനെ കൂടെ കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം ഇത് അനുഭവിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സീനിയേഴ്സായി ചുറ്റപ്പെട്ടിട്ട് ഒരു ജൂനിയർ നിൽക്കുന്ന ഒരവസ്ഥ, അവിടെ എന്ത് പറഞ്ഞാലും ചെയ്യേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് സ്കൂളിൽ നിന്ന് ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ചെറിയ രീതിയിലുള്ള റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്കത് പാരൻസിനോട് പറയാനോ മീൻസ് ആ ഒരു സിസ്റ്റത്തിൽ വെച്ച് നമുക്കിത് പുറത്ത് മറ്റുള്ളവരോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അത് തന്നെ പലപ്പോഴും ഈ റാഗിങ്ങിനെ വളർത്താൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ വലിയ അഡൽസായി എന്നിട്ട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് നേടിയ ഒരു കോളേജ് വരുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ദാരുണമായൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു എത്രത്തോളം ഒപ്രസീവായിട്ടുള്ള സ്റ്റേറ്റാണെന്ന് കാണിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറയാനുള്ളത്. ഈ അനുഭവിക്കുന്ന വ്യക്തി എത്രത്തോളം മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ള കാര്യം, പറയാൻ പറ്റാത്ത അവസ്ഥ അവിടെ സംഭവിച്ചത് ഭയങ്കര ദാരുണമായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ? ആ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. മോനെ കുറിച്ച് എന്താ അഭിപ്രായം? പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റാഗിങ് കാരണം സീനിയേഴ്സിനും ജൂനിയേഴ്സിനും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെയാണ്. പക്ഷേ തികച്ചും അടിസ്ഥാനമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് വെച്ചാൽ ഒത്തിരി മെൻ്റൽ പ്രഷർ കൂടെയാണ് പോകുന്നത്. സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ബന്ധം ഉണ്ടാക്കാൻ പല വേറെ വഴികളൊക്കെ ഉണ്ട്. ഇങ്ങനെ റാഗിങ് മാത്രമല്ല, പക്ഷേ ഇത് കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് തികച്ചും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ അടുത്ത് വയനാട് വെറ്റിനറി കോളേജിൽ ഇതേപോലെ റാഗിങ് കാര്യം ഉണ്ടായിട്ട് ഒരു കുട്ടി മരിച്ചു. എന്നിട്ട് അതിൻ്റെ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവർ പിന്നെയും എക്സാം എഴുതാൻ പോകാന്നില്ല, അങ്ങനെ ഒരു അവർ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിലായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഈ കേസിൽ ഇനിയുള്ള എന്ത് കേസാണെങ്കിൽ ഈ റാഗിങ്ങിൻ്റെ വിഷയം എന്ന സമയത്ത് മാക്സിമം ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ളൊരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. ആൻറ്റി റാഗിങ് സ്ക്വാഡും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് നിർത്തലാക്കാനുള്ള രീതിയിൽ മാക്സിമം അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാന്നുള്ളത് തന്നെയാണ് നമ്മൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഏതൊരു ഗവൺമെൻറ് ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ പോലും അവിടെ പലപ്പോഴും നമ്മളെ നിരീക്ഷിക്കാൻ ആൾക്കാർ കുറവാണ്. അങ്ങനത്തെ ഫെസിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ പോലും കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്, അവിടെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പുറം ലോകം അറിയാത്ത രീതിയിൽ പല കാര്യങ്ങളും വേണേൽ സംഭവിക്കാം.
ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇപ്പോൾ നഴ്സിംഗ് കോളേജ് പോലത്തെ അവിടുത്തെ ഹോസ്റ്റൽ എടുക്കാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റിയ സിറ്റുവേഷൻ കൂടെ ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടെ അധികാരികൾ എന്താണ് കുറച്ചുകൂടെ സുരക്ഷ വേണം, കുറച്ചുകൂടെ സുരക്ഷ വേണം. സുരക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളെ കംപ്ലയിൻറ്റ്സ് കേൾക്കാനും നിരീക്ഷിക്കാനും ഉള്ള ഒരു ഫെസിലിറ്റി അധികാരികൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയാനാണ്. ഇപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ ഹോസ്റ്റൽ എടുക്കാൻ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് CCTV ക്യാമറാസ് ഉണ്ട്. അപ്പോൾ അതെല്ലായിടത്തും അങ്ങനെ 24 മണിക്കൂർ ഒരു മനുഷ്യനെ നിരീക്ഷിക്കണം എന്നല്ല. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടീൻ്റെ കംപ്ലയിൻറ്റ്സ് കൊടുക്കാനും അത് റിസീവ് ചെയ്ത അതിനുള്ള ആക്ഷൻസ് എടുക്കാനുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വരിക. പിന്നെ ഹോസ്റ്റൽ അന്തരീക്ഷമാണെങ്കിൽ ആ അന്തരീക്ഷം കുറച്ചുകൂടെ കുട്ടികൾക്ക് സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വാർഡനോ പ്രോപ്പറായിട്ടൊരു സെക്യൂരിറ്റി അങ്ങനത്തെ ഒരു ഫീല് കുട്ടികൾക്ക് വരാനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. പിന്നെ വേറെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ തന്നെ ഇപ്പോൾ എപ്പോഴും നമുക്ക് ഈ അതോറിറ്റീസിന് ഇതിനെക്കാട്ടും നല്ല ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് തന്നെ ചേരാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിലും അങ്ങനെ എത്തിച്ചേരാനുള്ള കുറച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പണ്ടും ഭയങ്കരമായ റാങ്കിങ് ഉണ്ടായിരുന്ന കേട്ടാണ്. പിന്നെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ വന്ന് അങ്ങനെ പല പാർട്ടീസായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ തന്നെ റാങ്കിങ് പലപ്പോഴായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സ്റ്റുഡൻസിന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിക്കുണ്ടായിരുന്നു. കാരണം അതോറിറ്റീസിലും മാനേജ്മെൻറ്റിലും എത്താൻ പിള്ളേർക്ക് പോകാനുള്ള ആ ഒരു അതിൻ്റെ കംഫർട്ടിനെക്കാട്ടിലും കൂടുതൽ സ്റ്റുഡൻസിൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ നല്ലൊരു ഇതുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഭയങ്കര ലാക്കിങ് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷനോ അവർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയോ ഒന്നും ഉണ്ടായിക്കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി കോളേജിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തടയാൻ പറ്റുമെന്നും അതിനെതിരെ പ്രതികരിക്കാൻ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതൊരു ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ ഇതൊരു സീരിയസ് ആയിട്ട് ലെവലുള്ള ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലും കൂടെ അധികാരികൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മോനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത് അതിക്രൂരമായ ഒരു നടപടിയായി പോയില്ലേ? ഇത് തീർച്ചയായിട്ടും ക്രൂരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പണ്ട് കുറേ റാഗിങ് നമ്മളിങ്ങനെ കേട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ റാഗിങ് ഇപ്പോഴും ഉണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അയ്യോ ഇപ്പോൾ ഇത്രത്തോളം ഭയങ്കര ക്രൂരമായിട്ടുള്ള റാഗിങ് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ അവർ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രം അറിഞ്ഞതാണ് നമ്മൾ. ഇപ്പോൾ ഇതുപോലെ ഇനിയും ഇങ്ങനത്തെ ഈ ആൻറ്റി റാഗിങ് സ്കോഡൊന്നും ഇല്ലാത്ത കോളേജിൽ ഇങ്ങനത്തെ റാഗിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെതിരെ നമ്മളിപ്പോൾ ഇങ്ങനെ കേസ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ കുറേ സുരക്ഷയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറേ കോളേജിൽ ഈ ആൻറ്റി റാഗിങ് സ്കോഡ്, നമ്മുടെ കോളേജിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ MBBSൻ്റെ മെൻസ് ഹോസ്റ്റലിലും അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ ആൻറ്റി റാഗിങ് സ്കോഡ് ആയിട്ട് പല പാർട്ടികളായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ പാർട്ടികൾക്ക് അതിൽ മുതൽക്കൂട്ടാണെന്നെങ്കിൽ പോലും അത് റാഗിങ് അതിൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ കോളേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ അനുഭവിച്ചതിന് ശേഷം ഇങ്ങനെ അറിഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഇങ്ങനെ കുറേ കോളേജിൽ ഇനിയും റാഗിങ് നടക്കുന്നുണ്ടാവും. അത് പല ജൂനിയേഴ്സും സീനിയേഴ്സിനെ പേടിച്ചിട്ടാവും പറയാത്തത്, അല്ലെങ്കിൽ അതിന് വലിയൊരു കേസായി പോവുക, അല്ലെങ്കിൽ അവരെ പഠിത്തത്തെ വീണ്ടും ബാധിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവർ പറയാത്തത്. എന്തായാലും കാണും. അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ജൂനിയേഴ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഭയപ്പെടാണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോളേജിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, പ്രിൻസിപ്പാളിന് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് ചെയ്യുക. പിന്നെ കോളേജ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ CCTV അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെക്കുക. ഇതിനെതിരെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്തെങ്കിലും കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഇത്തരം ക്രൂര പ്രവൃത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ ഫ്രം കേര ഫുഡ്സ്.